ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നമുക്ക് എപ്പോക്സി റെസിൻ ഉപയോഗിച്ച് ഒരു അടിപൊളി കോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ റെസിൻ കോസ്റ്റർ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എപ്പോക്സി റെസിൻ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 3:1 ആണ് ഞാൻ എടുത്തിരിക്കുന്ന എപ്പോക്സി റെസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അത് 60 ml ആണ് ഞാനിപ്പോൾ ഈ കോസ്റ്റർ ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഏത് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴും റെസിൻ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ്സോളം നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു 5 to 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള എയർ ബബിൾസൊക്കെ റിമൂവ് ആകും. ഇനി വേണ്ടത് ഇതുപോലൊരു സിലിക്കോൺ മോൾഡ്. ഇത് ജിയോഡ് ഷേപ്പിലുള്ള റെസിൻ കോസ്റ്റർ മോൾഡാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് ഈ കോസ്റ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് റെസിനാർട്ട് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇനി അടുത്തതായി യൂസ് ചെയ്യുന്നത് മൈക്ക പൗഡറാണ്. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് മൈക്ക പിഗ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സൺ പിഗ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ മൈക്ക പൗഡർ ഇല്ലെങ്കിൽ നമുക്കതിന് പകരമായിട്ട് ഐ ഷാഡോ പൗഡർ യൂസ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന എപ്പോക്സി റെസിൻ നമുക്കിത് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാം. നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അളന്നെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഊഹം വെച്ച് നമുക്കത് ഈക്വലായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മെഷറിംഗ് സ്കെയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിനുള്ളിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ കോഫി ബ്രൗൺ ആൻഡ് കോപ്പർ നിറത്തിലുള്ള കളേഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കോഫി ബ്രൗൺ മിക്സ് ചെയ്തെടുക്കാം. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്ന കോസ്റ്ററിൻ്റെ തീമെന്ന് പറയുന്നത് ഒരു ഡ്രാഗൺ ഐ അല്ലെങ്കിൽ ഡ്രാഗൺ സ്കെയിലൊക്കെ ഫോം ചെയ്യുന്ന ആ ഒരു തീമിലാണ് ഞാനിന്ന് കോസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ കോഫി ബ്രൗണും കോപ്പർ നിറത്തിലുള്ള പിഗ്മെൻറ്റ് ചൂസ് ചെയ്തത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കളർ മിക്സ് ചെയ്യുമ്പോൾ അത് പൗഡർ ആയതുകൊണ്ട് തന്നെ അത് പല ഭാഗത്തായിട്ട് കട്ട പിടിച്ച് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഇതിൻ്റെ പൗഡറൊക്കെ സൈഡിലോട്ട് പറന്നു പോയി പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കളേഴ്സൊക്കെ നന്നായിട്ട് റെസിനുമായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ടാപ്പാണ്. ഇതുപയോഗിച്ച് നമ്മുടെ മോൾഡ് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതുപോലെ സ്മോൾ ഹെയർസൊക്കെ ഇതിൽ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനെടുത്ത പിഗ്മെൻറ്റ്സിൻ്റെ ഡസ്റ്റൊക്കെ അതിൽ വീണിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് പോലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെല്ലോ ടാപ്പ് അതുപോലുള്ള ടാപ്പുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഇതിനുള്ളിലേക്ക് പോർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഔട്ടർ ലെയറിൽ കോഫി ബ്രൗൺ ആണ് സർക്കിളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം തന്നെ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നില്ല, നമ്മൾ കുറച്ച് ബാക്കി വയ്ക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഇന്നർ സർക്കിളായിട്ട് നമുക്ക് കോപ്പർ കളർ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ റസ്റ്റ് വെച്ചിരുന്ന ക്ലിയർ റെസിനാണ് ഇതിൻ്റെ സെൻട്രലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ക്ലിയർ റെസിൻ സെൻട്രലിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കളേഴ്സ് ബാക്കിലോട്ട് പുഷ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഉൾവലിഞ്ഞ് കളർ തമ്മിൽ ഇങ്ങനെ മിക്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ക്ലിയർ റെസിൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് ബാക്കിലോട്ട് കറക്റ്റ് പൊസിഷനിൽ പോയി നിൽക്കും. ഇനി നമുക്ക് റെസ്റ്റ് ആയിട്ടുള്ള കളർ റെസിൻ അതിൻ്റേതായ കളേഴ്സിൻ്റെ ടോപ്പിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ക്ലിയർ റെസിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് റെസ്റ്റായിട്ടുള്ള റെസിനെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മാക്സിമം വേസ്റ്റ് ആക്കാത്ത രീതിയിൽ റെസിൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിൻ കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ റെസിൻ ആർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആ കോർണർ ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിക്ക് വെച്ച് ചുറ്റിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ചെറിയ എയർ ബബിൾസ് ഉണ്ടായിരിക്കും. എങ്കിൽ അത് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവിടെ ചെറിയ ഹോൾസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എയർ ബബിൾസ് അത് പൊട്ടിപ്പിക്കോളും. ഇനി നമുക്ക് വേണ്ടത് നമ്മളിതിൻ്റെ സെൻറ്ററിലായിട്ട് ഗോൾഡ് ഫോയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ തിക്നെസ് കുറഞ്ഞൊരു ഷീറ്റ് ഫോയിൽസാണ്. അപ്പോൾ ഇത് നമുക്ക് റെസിൻ ആർട്ട് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ 10 കൗണ്ട്സ് 20 കൗണ്ട്സ് 100 കൗണ്ട്സ് അങ്ങനെ ഷീറ്റുകളായിട്ട് നമുക്കിത് വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ റെസിനിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതുമായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആവും. അപ്പോൾ ഞാൻ കുറച്ച് റെസിൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഇതിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഔട്ടർ സർക്കിളിലോ സൈഡ് ഭാഗത്തോ ഒക്കെ നമുക്ക് കോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഗോൾഡ് ഫോയിൽസ് സിൽവർ ഫോയിൽസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗോൾഡ് ഫോയിൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരിക്കലും സിങ്ക് ആവത്തില്ല. ഇത് നമ്മൾ ഫ്ലോട്ടായി തന്നെ നിൽക്കും. വേറെ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് താഴെ സിങ്ക് ആകാതെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കാൻ വേണ്ടി ഈ ഗോൾഡ് ഫോയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പോറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിലുള്ള ചെറിയ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി ഇതുപോലൊരു ലൈറ്റർ യൂസ് ചെയ്യാം. ഇതല്ലെങ്കിൽ ബ്ലോ ടോർച്ച് യൂസ് ചെയ്യാം. സിലിക്കോൺ മോഡിൽ ടച്ച് ആകാത്ത രീതിയിൽ നമ്മൾ അതിലുള്ള എയർ ബബിൾസൊക്കെ റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്കിതൊരു 12 to 18 hours വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോസ്റ്റർ 18 hours കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനും വെയിറ്റിങ്ങിലായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണോ അത് വരുന്നതെന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് ആ സ്കെയിൽസൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റിലീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഡ്രാഗൺ സ്കെയിൽസൊക്കെ നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോസ്റ്റിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ
വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് നമ്മുടെ കോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്ത് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് മെറ്റാലിക് ഗോൾഡ് പെയിൻറ്റ്, സിൽവർ പെയിൻറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പെന്നാണ് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള പെൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ സൈഡ് കളർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ സിൽവറും ഗോൾഡും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.